ഇരുന്ന് പഠിക്കുന്നത് തിരക്കിലായിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ദാ പിടിച്ചോ ഒരു അടിപൊളി കിടിലൻ ട്രിക്ക്. അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഏതാണ് മാത്സിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് USSന് പഠിക്കുമ്പോൾ? ഏതാന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് ടഫായിരിക്കും എന്ന് തോന്നിയത് ഏതാന്ന് വെച്ചാൽ നമ്മളുടെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും അല്ലേ. അതായത് കുറേ സ്ക്വയേഴ്സ് വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. സ്ക്വയർ ഒക്കെ കാണാതെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്? നമ്മളുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സും എങ്ങനെയാ കാണാന്നാണ് അല്ലെ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പേരെന്താണ്? ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് പാദം അല്ലെങ്കിൽ ബേസ് ആണ്. ബി എന്ന് കൊടുക്കാം. ഇവൻ ആരാണ്? ഇവൻ ലംബം അല്ലെങ്കിൽ എന്താടാ? ആൾട്ടിറ്റ്യൂഡ് ആണ്. ഇവൻ ആരാണ്? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? നിങ്ങൾക്ക് ചിലപ്പോൾ കർണം കാണാൻ ചോദിക്കും, ഇതിന്റെ സൈഡ്സ് കാണാനാണ് അല്ലെ ചോദിക്കുക. ഹൈപ്പോട്ന്യൂസ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ചെയ്താൽ മതി അല്ലെ. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ചെയ്താൽ മതി അല്ലെ, നമ്മളുടെ ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം കാണാനും. ദെൻ ലംബം കാണാനോ ആൾട്ടിറ്റ്യൂഡ് കാണാനോ റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ദെൻ ബേസ് കാണാനോ റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇങ്ങനെയൊക്കെയാണ് അല്ലേ നിങ്ങൾ കാണാറ്. എന്നാലും മിസ് പറയട്ടെ, നമുക്ക് ഈ 2 ഇക്വേഷൻസും വേണ്ട. ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. ഇതെന്ത് ചെയ്യുക? ഇതൊന്ന് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. ബാക്കി 2 ഇക്വേഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അത് കണ്ടുപിടിക്കാൻ നമ്മളുടെ ആൾട്ടിറ്റ്യൂഡും ബേസും കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് മിസ് പറഞ്ഞു തന്നാലോ? പഠിക്കാം. നോക്ക്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഈ സൈഡ് ഹൈപ്പോട്ന്യൂസ് 5 ആണ്. ദെൻ ഇവൻ 3 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് പറയാണ് ഇവൻ എത്രയാന്ന് ചോദിച്ചു. അതായത് നമ്മളുടെ ലംബം ആൾട്ടിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചു അല്ലെ. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, നമ്മളുടെ 90% ഈ ഒരു ആംഗിള്. ഈ ആംഗിളിന്റെ ഇവിടെയുള്ള സൈഡ്സിന്റെ നീളം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ട എത്ര മാത്രമാണ്? എന്ത് ചെയ്താൽ മതി അറിയോ? റൂട്ട് ഓഫ് ഇവന് പ്ലസ് ഇവന്. നോക്ക്, ഇവന് പ്ലസ് ഇവന്, അതായത് 5 + 3 എത്രയാ കിട്ടുക? 8 ആണ് അല്ലെ. ഇൻറ്റു ഇവന് മൈനസ് ഇവന്, അതായത് 5 - 3 എത്രയാണ്? 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 16 അതായത് 4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഒരുപാട് സ്ക്വയേഴ്സ് ഒന്നും കണ്ടിട്ട് മക്കൾ വെറുതെ ടൈം കളയേണ്ടതല്ല. എന്താ ചെയ്യേണ്ട? റൂട്ട് ഓഫ് ഇവന് പ്ലസ് ഇവനെ കൂട്ടുക, ഗുണിക്കണം. ഇവന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ നീളം കിട്ടും. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? നോക്കിയടാ, വാട്ട് ഈസ് ദ ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഹൂസ് ഡയഗണൽ ഈസ് 17 സെന്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 15 സെന്റിമീറ്റർ. വികരണത്തിന്റെ നീളം 17 സെന്റിമീറ്ററും ഒരു വശം 15 സെന്റിമീറ്ററും ആയിട്ടുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ എന്തുണ്ട്? ഒരു റെക്ടാംഗിൾ ഉണ്ട് അല്ലെ. ഒരു റെക്ടാംഗിൾ ഉണ്ട്. ഇവർ പറയാണ് ആ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവന്റെ ഡയഗണൽ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവന്റെ ഡയഗണൽ 17 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവന്റെ ഒരു സൈഡ് 15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് 15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏരിയ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. ഏരിയ കാണണമെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ അറിയണോടാ? എന്തൊക്കെ അറിയണം? നമുക്കൊരു ചതുരത്തിന്റെ, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കാണണമെങ്കിൽ നീളവും വീതിയും അറിയണം അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ലെങ്ത് നമുക്ക് അറിയാം, പക്ഷെ ബ്രെഡ്ത്ത് അറിയില്ല അല്ലെ. ഇവൻ അറിയില്ല. അപ്പൊ ഇവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഏരിയ കാണാൻ പറ്റും. ഇവനെങ്ങനെയാ കണ്ടുപിടിക്കുക? സിമ്പിൾ കാര്യമാണ്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? ഏതാ നോക്ക്, ഇവിടെ ഒരു എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. യെസ്, ഇവിടെ എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെയുള്ള ഒരു ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഇവനെയാണ് ചോദിച്ചത്. ഇവനെങ്ങനെയാ കാണാ? ലംബവശങ്ങളിൽ ഒന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഇവന് പ്ലസ് ഇവന് 17 + 15 എന്താണ്? 17 + 15 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 32 വരും അല്ലെ. 32.
ഇൻറ്റു ഇവന് മൈനസ് ഇവന് 17 മൈനസ് 15 എന്താണ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 64 64 എന്തിന്റെ സ്ക്വയർ ആണ് 8ന്റെ സ്ക്വയർ ആണ്. യെസ്, ഇത്രയേ ഉള്ളൂ കാര്യം. വെറുതെ നിങ്ങൾ ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ എത്ര സമയം വേണം അല്ലേ? നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് സ്ക്വയേഴ്സ് പഠിച്ചു വെച്ചാൽ മറന്നു പോകൂലേ? അങ്ങനെ മറന്നു പോകുന്ന മക്കളാണെങ്കിലോ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്താൽ മതി. സിമ്പിൾ കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യനൂടെ നോക്കിയേ. A 17-meter ladder is placed 8 meters from a wall. How high does it reach? 17 മീറ്റർ നീളമുള്ള ഒരു ഗോവണി ഒരു ഭിത്തിയിൽ നിന്ന് 8 മീറ്റർ അകലെ സ്ഥാപിച്ചിരിക്കുന്നു. അത് എത്ര ഉയരത്തിലെത്തും? അതായത് ഒരു ചുമരുണ്ട്, ഇങ്ങനെയുള്ള ഒരു ചുമരുണ്ട്. ആ ചുമരിലേക്ക് ഒരു കോണിയിലെ നമുക്ക് ഒരു ലാഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ലാഡർ ജസ്റ്റ് മിസ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ലാഡർ. ഈ ലാഡർ ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് പറയാണ് ഈ ലാഡർ എന്താണ് 17 മീറ്റർ ആണ് ലാഡറിന്റെ നീളം. അതുപോലെ എന്താണ് 8 മീറ്റർ ഈ വാളിൽ നിന്നും 8 മീറ്റർ അകലെയാണ് ഈ ഒരു ലാഡർ ഉള്ളത്. അതായത് എന്താണ് ഇവിടെ 8 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇവൻ എത്ര ഉയരത്തിലെത്തുന്നാ ചോദിച്ചത്. അതായത് ഈ ഒരു ഹൈറ്റ് എത്രയാ, ഇത് എത്ര ഉയരത്തിലെത്തുന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 17 ആണ്, ഇവിടെ 8 ആണ്, ഇവൻ എത്രയാന്നാ ചോദിച്ചത്. ഇതെന്താടാ? ഇതിനെ നല്ലോണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവൻ എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡാ കാണാൻ പറഞ്ഞത് അല്ലെ. ഉയരമാണ് അല്ലെ, ലംബമാണ് അല്ലെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അത് കാണാ? സിമ്പിൾ കാര്യം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ റൂട്ട് ഓഫ് 17 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 25 അല്ലെ. ഇൻറ്റു ഇതെന്താണ് 17 - 8 എന്ന് പറഞ്ഞാൽ എന്താണ് 9 ആണ്. അതായത് എന്തായിരിക്കും റൂട്ട് ഓഫ് 9 5 എന്ന് പറയുമ്പോൾ 45 ആണ്. 5 4 ശിഷ്ടം 9 2 18 ആണ്. 18 4 22 ആണ്. 225. 225ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് 15 ആണ്. ഓക്കെ, ഏതാണ് നമ്മളുടെ ആൻസർ? 15 ആണ് നമ്മളുടെ ആൻസർ. സിമ്പിൾ കാര്യല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ USS എക്സാമിന് എന്ത് പഠിക്കുന്ന സമയത്തും നേരെ വഴിയിലൂടെ പഠിക്കാതെ എന്ത് ചെയ്യാ, ഒന്ന് വളഞ്ഞിട്ട് പഠിക്കുക, ഒന്ന് ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കുക. അപ്പൊ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ റെഡിയല്ലേ? പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് എവിടെ ഉണ്ട്? നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.